യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഈ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ ഭാഗങ്ങളൊക്കെ 15ഉം 16-ാമത്തെ വാക്യത്തിൽ, നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ ചിന്തിച്ചു, ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് റൂൾ യുവർ ഹാർട്ട്സ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഒന്ന്. ഇവിടെ ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞിട്ട് അടുത്ത 16-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യട്ടെ, അല്പം റിച്ച്ലി, ഐശ്വര്യമായിട്ട്, അതിൻ്റെ ഫുൾനെസ്സിൽ, യെസ്, സകല ജ്ഞാനത്തോടും. അത് അതിനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടില്ലേ, പരിശുദ്ധാത്മാവ്. അല്പം പോരാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചോളൂ, യഹോവൻ്റെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. എല്ലാവർക്കും അറിയാം. കർത്താവ് എനിക്ക് സമാധാനം തരും, കർത്താവ് സ്നേഹിക്കുന്ന ദൈവം, കർത്താവ് കരുണയുള്ള ദൈവം. പിശാചിനും അറിയാം കർത്താവ് കരുണയുള്ള ദൈവവും കർത്താവ് സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ടാണല്ലോ പിശാച് ഇന്നും ജീവനോടുകൂടി നിൽക്കുന്നത്. അല്ലേ, ആ മോൺസ്റ്ററിനെ, ആ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രാഗൺ, ആ ഫയറി ഡ്രാഗൺ, അല്ലെങ്കിൽ ആ ഹൊറിബിൾ പിശാചിനെ എന്ത് ചെയ്യണം, ആ ഒരു മനുഷ്യനെ ജീവിക്കാൻ, സമാധാനത്തോട് നിൽക്കുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ സമ്മതിക്കാത്ത ആ ദുഷ്ട പിശാചിനെ, ചതിയനായ പിശാചിനെ പണ്ട് കർത്താവിന് അവിടുന്ന് ഗന്ധകം, ഫോസ്ഫറസ് ഇട്ട്, അല്ലെങ്കിൽ ഗന്ധകം ഇട്ട് 2 വലിയ മഹാപട്ടണത്തെ നശിപ്പിച്ച് അതിനെ കത്തിച്ച് ചാമ്പലാക്കി മണ്ണിലോട്ട് താഴ്ത്താൻ കഴിയുമെങ്കിൽ, പിന്നെ ഈ പക്കി പോലെ പറക്കുന്ന, ദൈവത്തിന് മുമ്പിൽ അത്രയല്ലേ ഉള്ളൂ, ഒരു പക്കി പോലെ, ഒരു ബട്ടർഫ്ലൈ പോലെ അല്ലേ, പറന്ന് കിടക്കുന്ന ഈ ചിറകൊക്കെയുള്ള ഈ കുട്ടി പിശാചിനെ കർത്താവിന് തീർക്കാൻ കഴിയത്തില്ലേ? കർത്താവ് അതിനെ തീർത്തായിരുന്നെങ്കിൽ 1000 ആണ്ട് വാഴ്ച പോലെ ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയമാകത്തില്ലായിരുന്നോ? അവൻ പോലും നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? സാത്താനും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിന്. അപ്പം ദൈവം കരുണാസമ്പന്നനാണെന്നും ദൈവം സ്നേഹിക്കുന്നവനാണെന്നും വിടുവിക്കുന്നവനാണെന്നും സാത്താനും അറിയാം. ആ അറിവിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മളെ ജീവിപ്പിക്കുന്ന വചനം, നമ്മളെ സ്വർഗത്തോട് അടുപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന വചനം. പ്രൈസ് ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണേ, ഹല്ലേലൂയ. നമ്മളെ ജീവിപ്പിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഐശ്വര്യമായിട്ട്, റിച്ച്ലി, ഐശ്വര്യമായിട്ട് വാഴട്ടെ എന്നെൻ്റെ കർത്താവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം, 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നിറഞ്ഞു നിൽക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യട്ടെ, ഹൃദയത്തിൽ നിന്ന്. ഇത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ? ഹൃദയത്തിനകത്ത് മറ്റുള്ളതൊന്നും പാടില്ല. ഇത് ദൈവവചനം അല്ലെ, ദൈവത്തിൻ്റെ സമാധാനം അല്ലെ, ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആകത്തില്ല, ചേരത്തില്ല. അവിടെ കോംപ്രമൈസ് ചെയ്ത് പപ്പാതിന്ന് നിൽക്കത്തില്ല. ലോകം ഇറങ്ങിപ്പോകട്ടെ ദൈവമക്കളെ. ലോകവും അതിൻ്റെ സ്നേഹവും, ലോകവും അതിൻ്റെ മോഹവും, അത് ദ്രവ്യാഗ്രഹമാണെങ്കിലും ജഡമോഹമാണെങ്കിലും സ്വാർത്ഥതയാണെങ്കിലും മറ്റുള്ള എന്ത് ജഡ സ്വഭാവങ്ങളാണ്, അത് ഇറങ്ങിപ്പോകുമ്പോഴാണ് ഇത് ദൈവസ്നേഹവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സമാധാനവും നിറഞ്ഞ് ഐശ്വര്യമായിട്ട്, റിച്ച്ലി, സ്തോത്രം, സകല ജ്ഞാനത്തോടുകൂടി, സകല പരിജ്ഞാനത്തോട് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നമ്മളത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം, 17-ാമത്തെ വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വാക്കിനാലോ ക്രിയയാലോ, അടുത്ത വാക്യം ഇച്ചിരി ഡീപ്പാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും, വെദർ ഇൻ വർക്ക് ഓർ ഇൻ ഡീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അത് ആർക്ക് മഹത്വത്തിനായി തീരണം? കർത്താവിന് മഹത്വത്തിനായി തീരണം. ആൾക്കാർ യേശുവിനെ അറിയണം. എന്നിൽ കൂടെ എന്ത് ചെയ്യണം? ഞാൻ എന്ത് വർത്തമാനം പറഞ്ഞാലും അതിൽ കൂടെ യേശുവിനെ അറിയണം, അത് ദൈവത്തിന് മഹത്വമായി തീരണം. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ കൂടെ ആൾക്കാർ യേശുവിനെ അറിയണം, ദൈവത്തിന് മഹത്വമായി തീരണം. ഇച്ചിരി പാടായില്ലേ? ചിലത് നല്ല നമ്മളൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് ചെയ്യുന്ന, ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾക്കൂടെ മറ്റുള്ളവരെ അറിയുവാൻ
നമ്മൾ വളരെ ഹെൽപ്ഫുള്ളായിട്ട് തീരുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ തന്നെ ബിസിയായി പോവുമായിരിക്കും. ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കാണും. അത് വല്ലപ്പോഴും, അത് കുറച്ചാണ്. പക്ഷേ ഇവിടെ ബൈബിൾ എന്തുവാ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്താലും അതെങ്ങനെ ദൈവമക്കളെ, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും? ബൈബിൾ പറയുന്നു, നമ്മൾ എന്ത് ചെയ്താലും, എന്ത് സംസാരിച്ചാലും, വാട്ട് എവർ ഇറ്റ് ബി, ബൈ വേർഡ് ഓർ ബൈ ഡീഡ്, അല്ലെങ്കിൽ പ്രവൃത്തിയാൽ, ക്രിയയാൽ, എന്ത് പ്രവൃത്തി ചെയ്താലും, എന്ത് നമ്മുടെ വാ തുറന്ന് സംസാരിച്ചാലും, അപ്പം നമ്മുടെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തേലേ പറ്റൂല്ലേ? പ്രയോജനമില്ലാത്ത വർത്തമാനം, പ്രയോജനമില്ലാതെ കേൾക്കുന്ന കാര്യങ്ങൾ, പ്രയോജനമില്ലാതെ കാണുന്ന ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അറിയാതെ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ വെളിയിൽ വരുന്നത്. അപ്പം നമ്മുടെ അകത്തോട്ട് കയറുന്നതും നമ്മുടെ പുറത്തോട്ട് വരുന്നതും, പ്രത്യേകിച്ച് ഇവിടെ എഴുതിയേക്ക് നമ്മൾ വർത്തമാനം പറയുന്നത്, ഹൃദയം നിറഞ്ഞിരിക്കുന്നതാണല്ലോ നമ്മൾ വാക്കുകൊണ്ട് സംസാരിക്കുന്നത്. ബൈബിൾ പറയും ഹൃദയം നിറഞ്ഞിരിക്കും. അപ്പം നമ്മൾ എന്ത് വർത്തമാനം പറഞ്ഞാൽ, എന്ത് പ്രവർത്തിച്ച്, വാട്ട് എവർ എന്ന് എഴുതിയിരിക്കും, എന്ത് ചെയ്താലും നമ്മൾ അതിനുവേണ്ടി ഒത്തിരി ഒരുങ്ങിയിരിക്കണം, ഇല്ലേ? നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മാത്രമേ, നമ്മൾ അതിനുവേണ്ടി വളരെ ചിന്തിച്ചോടി ഞാൻ ഇരുന്നോണം. ബൈബിൾ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ തൊട്ട് ഇന്ന് ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ഇടപെട്ടു. വചനം വ്യക്തമാണ്, ആർക്കും പറയാൻ പറ്റത്തില്ല. ദുരുപദേശം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും ഇത് വേറെ വല്ല അർത്ഥമാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് സോ ക്ലിയർ. ഇതിവിടെ മാത്രമല്ല, കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിക്കാം. അവിടെ എല്ലാം എഴുതിയിരിക്കും, നിങ്ങൾ എന്ത് ചെയ്താലും, എന്ത് വായിൽ നിന്ന് വാക്ക് വന്നാലും, എന്ത് സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ ഒത്തിരി ക്യാൻവാസിങ്ങും, ഒത്തിരി ബിസിനസ് ടോക്കും, ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ടോക്കും, ഒത്തിരി നമ്മളെ പുകഴ്ത്തുന്ന ടോക്കും, ഒത്തിരി ആവശ്യമില്ലാത്ത ടോക്കും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ലൈഡർ മിക്സറിലൊക്കെയാണ് എന്ത് ചെയ്യും, ഒരു സ്ലൈഡറുണ്ട്, അതങ്ങോട്ട് കുറയ്ക്കണം. പിന്നെ എന്തുവാ കൂട്ടേണ്ടത്? വചനം പറയുന്നു, ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. അതെങ്ങനെ പറ്റും? നമ്മുടെ ജോലി കാര്യങ്ങളിലും നമുക്ക് ഒത്തിരി സംസാരിക്കേണ്ടി വരുമല്ലോ. അവിടെ ഒക്കെ അതിൽ കൂടി തന്നെ ഒരു പ്രത്യേകത, അതിൽ കൂടി തന്നെ സ്തോത്രം, ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം ഒക്കെ ഒന്ന് വെളിപ്പെടണമെങ്കിൽ സ്തോത്രം എത്ര നിറവോടുകൂടി നിൽക്കണം, ഇല്ലേ? നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാ, പല കാര്യങ്ങൾ ജോലിക്ക് വേണ്ടിയൊക്കെ സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിൽ കൂടും ദൈവനാമ മഹത്വത്തിനായി തീരാൻ പറ്റും. അതിനാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവ്. അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നേ, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടും, ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടും. സ്തോത്രം. അങ്ങനെ വെളിപ്പെടണം എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് വാക്ക് നമ്മൾ അതിന് ഒത്തിരി പ്രിപ്പയർഡായിട്ട് ചെയ്യണം. നമ്മൾ പലപ്പോഴും ചിലപ്പോഴൊന്നും പ്രിപ്പയർഡ് അല്ല. നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും നമ്മളെ ഒരാവശ്യത്തിന്, എന്ന് വെച്ചാൽ അവർ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ അതിനൊരു മൂഡിലായിരിക്കത്തില്ല. ഞാൻ എൻ്റെ വിഷയത്തിൽ തന്നെ ഇവിടെ കിടന്ന ട്രബിൾഡാണ്. അപ്പോഴാണ് വേറൊരാളെ ആശ്വസിപ്പിക്കാൻ എനിക്കതിനൊന്നും ഇപ്പോൾ സമയമില്ല. എനിക്ക് എൻ്റെ കാര്യം തന്നെ ചെയ്യാൻ ഇവിടെ എന്തില്ല, സമയമില്ല. പിന്നെ അവർക്ക് വേണ്ടി ഒരു 10-45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചിലവഴിക്കാനൊന്നും എനിക്ക്, അവരെ കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് എന്തില്ല. പിന്നെ എങ്ങനെ ദൈവമക്കളെ നമ്മൾ കൂടെ അവർ പറയുന്നതൊന്ന് കേട്ടാലല്ലേ ദൈവത്തിൻ്റെ ആലോചന ദൈവം വെളിപ്പെടുത്തുന്നേ. അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമുക്ക് തരും. അങ്ങനെ ആയി കൗൺസിലിംഗ്. ഞാനും 2 സർട്ടിഫിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു കോപ്പിയും വെച്ചിട്ടുണ്ട്. കാര്യം ചെക്കിംഗ് ഒക്കെ വരുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ. അതും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ദൈവം തരുന്ന ആലോചന പറയുവാൻ നമ്മളെല്ലാവരും ആരാണ്? കൗൺസിലേഴ്സാണ്. അതിനുവേണ്ടി പ്രാപിച്ചോണം, ഒരുങ്ങിക്കോണം. നിങ്ങളുടെ കൂട്ടുകാരെ എന്നെ വിളിക്കത്തില്ല. നിങ്ങളുടെ കൂട്ടുകാർ വിളിക്കുന്ന ആരെയാ? നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ കുടുംബക്കാർ വിളിക്കുന്നത് നിങ്ങളെയാ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അയൽവക്കക്കാർ, നിങ്ങളെയാണ് സമീപിക്കേണ്ടത്. നിങ്ങളെ സമീപിക്കണമെങ്കിൽ നിങ്ങൾ ദേശത്ത് ആരായി തീരണം? വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അറിയപ്പെടണം. ആ വ്യക്തിയുടെ ആ കുടുംബത്തിൽ ചെന്നാൽ നമുക്കൊരാശ്വാസം കിട്ടും. അവരെന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരും, ഒരാലോചന പറഞ്ഞു തരും. ആ ആലോചന ദൈവത്തിൻ്റെ ആലോചനയായി തീരുമ്പോഴാണ് അവിടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന. ദൈവമക്കളെ, പിന്നെയും ആ ബന്ധം. അപ്പം വാക്കിനാലോ ക്രിയ. നമുക്ക് ഇന്നോട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ സംസാരിക്കുന്ന വാക്ക്, താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം അതാ പറയുന്നത്. നമുക്കത് ചിന്തിക്കാം. സ്തോത്രം. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലവും 1 കൊരിന്ത്യർ 10:23 വായിച്ചോട്ടെ. 1 Corinthians 10:31. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. വാട്ട് എവർ, വെദർ യു ഈറ്റ് ഓർ ഡ്രിങ്ക്, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്. ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. തിന്നാലും കുടിച്ചാലും, ഞാൻ പണ്ടൊക്കെ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട്, തിന്നുമ്പോൾ എങ്ങനെ ദൈവനാമ മഹത്വത്തിനായി, തിന്നാലോ കുടിച്ചാലോ.
അതിൻ്റെ അർത്ഥം എന്തുവാ? അതൊക്കെ വളരെ നിസ്സാര കാര്യമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതിലൊക്കെ ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ ഫെലോഷിപ്പ് ഉണ്ടാകുന്നു, ആൾക്കാരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നു, ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങളാണ്. നമ്മൾ ഒന്നിച്ചൊരു ഫാമിലി മീറ്റിങ്ങിന് പോയി, ഒന്നിച്ചൊരു വിവാഹത്തിനായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ഫംഗ്ഷന് പോയി, അവിടെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? പലരുമായിട്ട് ചേർന്ന് നമ്മൾ കഴിക്കുന്നു, കുടിക്കുന്നു. നമ്മുടെ ഭവനത്തിലാണെങ്കിലും എല്ലായിടത്തും സ്തോത്രം നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട് സ്തോത്രം. ദൈവമക്കളെ, ആരെ നമ്മൾ കാണുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആത്മീയ കൂട്ടായ്മ മാത്രമല്ല, ആരോടൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു, അവിടെ എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട്. ഇവിടെ തിരിച്ച് നമ്മുടെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ാമത്തെ വാക്യമല്ലേ? യെസ്. ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ചെയ്യുന്ന, നേരത്തെ നമ്മൾ 2 കാര്യങ്ങൾ വായിച്ചു, വാക്കിനാൽ ക്രിയാൽ, തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവനാമ മഹത്വത്തിന്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടി എന്ന പോലല്ല, ആർക്ക് വേണ്ടി എന്ന പോലെ ചെയ്യണം? കർത്താവിനെന്ന പോലെ. ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി എന്ന് എഴുതിയിരിക്കുന്നത്. ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. അവിടെ എല്ലാം ഒരു സ്തുതിയോടുകൂടി, ഒരു സ്തോത്രത്തോടുകൂടി, ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് അല്ലാതും ചെയ്യാം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? ഹൃദയത്തിൽ, നന്ദിയുള്ള ഹൃദയത്തോടെ. തിരിച്ച് നമ്മുടെ 17-ാമത്തെ വാക്യം മുഴുവൻ ഒന്ന് വായിച്ചേ. ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. 1, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് സംസാരിച്ചാലും ദൈവനാമ മഹത്വത്തിന് ചെയ്യുക. 2, ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കൂടെ പിതാവിന് എന്ത് ചെയ്യണം? ഗിവിങ് താങ്ക്സ് ടു ദ ലോർഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്തോത്രത്തോടുകൂടി, ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം, ഇല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുവാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ എത്ര പ്രാവശ്യമായില്ലേ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്? എപ്പോഴും എഴുതിയിരിക്കുന്നത്, ഇടവിടാതെ, ഇല്ലേ? ഇടവിടാതെ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഇവിടെ ഒക്കെ ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുവാനും കർത്താവ് എന്നെ സഹായിക്കണേ. 2, നമ്മൾ 23-ാമത്തെ വാക്യത്തിൽ കണ്ടു, ഹൃദയംഗമായിട്ട് എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ഹോൾ ഹാർട്ടഡ്ലി. നമ്മൾ താഴോട്ടൊക്കെ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്നത്, ദൈവത്തിന് വേണ്ടി പോലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? ഹൃദയംഗമായിട്ട് ചെയ്യണം. അങ്ങനെയാണോ പലപ്പോഴും സാധാരണ നമ്മളെ കൊണ്ട് ദൈവം അടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയങ്ങളുണ്ടായിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും എന്തു, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, ദൈവം ഉപവാസമല്ലേ, തിരുവത്താഴമൊക്കെ മുമ്പ്, അപ്പോഴെങ്കിലും ഒന്ന് ഉപവസിക്കണ്ടേ? നിങ്ങൾക്ക് ആ ഉപവാസ സമയമേ ഉള്ളൂ, അല്ലാതെ പേഴ്സണലി ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കുന്ന സമയമുണ്ടോ? നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒക്കെ ഇടയ്ക്ക് അങ്ങ് ചാർജ് അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യണം? EV ഒക്കെ ഓടിക്കുന്നവരുണ്ടല്ലോ, ഇല്ലേ? ബിജുബാർ ഇടയ്ക്കൊക്കെ വിളിക്കും വിഷമത്തോടുകൂടി, പാസ്റ്റേ വണ്ടിയുടെ ചാർജ് എന്ത് ചെയ്യുന്നു? ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ ചാർജ് ഇതുപോലെ ഇടയ്ക്കൊക്കെ ചാർജ് ഇറങ്ങിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഒന്നിനും കൊള്ളത്തില്ല, ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല. സ്തോത്രം. ആ ജോലി എന്ത് ചെയ്യത്തില്ല, ആ യാത്ര എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. നമ്മുടെ ചാർജൊക്കെ, ആത്മീയ ചാർജൊക്കെ ഇതുപോലെ ഇറങ്ങി. കർത്താവെ, പണ്ടത്തെ പോലെ എനിക്ക് വചനം വായിക്കുമ്പോൾ ഹൃദയംഗമായിട്ട് അങ്ങോട്ട് വായിക്കുവാൻ കഴിയുന്നില്ലല്ലോ. പണ്ടത്തെ പോലെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് ചെയ്യിപ്പിക്കാതെ, അല്ലെങ്കിൽ അടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതെ, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മറ്റുള്ളവരോട് നമ്മൾ കർത്താവിനെ പറ്റി സംസാരിക്കുന്ന പോലും ഞാൻ വളരെ പ്രിപ്പയർഡായിട്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു വ്യക്തി വീട്ടിലേക്ക് വരുന്നത്. ഒരു വ്യക്തി വീട്ടിലേക്ക് വരുന്ന വളരെ പെട്ടെന്നായിരിക്കും, അല്ലെ നമ്മളെ ഒരാൾ വിളിക്കുന്ന വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ വളരെ പ്രാർത്ഥനയോട് ഒരുങ്ങിയോടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുവാനും അല്പസമയം ഒന്ന് സംസാരിക്കുവാനും ദൈവം തരുന്ന ഓരോ അവസരങ്ങളാണ്. നമ്മുടെ വിഷയത്തിൽ തന്നെ അങ്ങോട്ട് അതിൽ തന്നെ അങ്ങ് ഇളകി, അല്ലെ അതിൽ തന്നെ അങ്ങ് സ്വാർത്ഥരായിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോണാണെങ്കിൽ ഒരു വീട്ടിൽ ഓക്കെ ഞാൻ ഇച്ചിരി ബിസിയാണ് കേട്ടോ, നമ്മൾ വെച്ചു കളയും. കാരണം എന്തുവാ? നമ്മൾ ഒരുക്കത്തിലല്ലായിരുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് പല ന്യായങ്ങളുണ്ട് പറയാൻ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. സ്തോത്രം. നമ്മൾ ഒരുക്കത്തിലല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവിടെ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്താലും ഒന്ന് ദൈവത്തിന് വേണ്ടി എന്ന പോലെ തന്നെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി ചെയ്യണം, അത് ഹൃദയംഗമായിട്ട് ചെയ്യണം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണം? ഇവിടെ എഴുതിയേക്കുന്ന ഗിവിങ് താങ്ക്സ് ടു ദ ലോർഡ്. എല്ലാറ്റിനും ഹൃദയംഗമായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റിക്കൊണ്ട്. എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം, എഫേസ്യൻസ് 5:4. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തത്തരം പൊട്ടച്ചൊൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത
ഒന്നുമരുത്, സ്തോത്രം അത്രേ വേണ്ടത്. ആവശ്യമില്ലാത്തതൊന്നും, ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ ഒരുക്കം വേണം, ഇതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ വേണം, ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. പെട്ടെന്ന് ചാനൽ മാറ്റുന്ന പോലെ കർത്താവിന് വേണ്ടി സ്തോത്രം കരയേറ്റാനും പറ്റത്തില്ല, പെട്ടെന്ന് കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാനും ആ ഒരു മൂഡിലായിരിക്കത്തില്ല നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ കൃപയിലായിരിക്കത്തില്ല നമ്മൾ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ ക്ഷീണിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പൊട്ടച്ചൊല്ലും, കളിവാക്കും, ആവശ്യമില്ലാത്ത വർത്താനം. പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നെ ചൊറിയല്ലേ, ചൊറിയുന്ന വർത്തമാനം. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്ന വർത്തമാനവും, അല്ല പിള്ളേരുടെ ഭാഷ ഞാനങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പം വഴക്കെട്ടുന്ന കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കാര്യങ്ങളും, പിണങ്ങുന്ന വിഷയങ്ങളും, പൊട്ടച്ചൊല്ലും, ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മാത്രമേ ഹൃദയംഗമായിട്ട് ദൈവത്തെ എന്ത് ചെയ്യാം. ഇവിടെ എഴുതിയേക്കുന്ന അങ്ങനത്തെ വിഷയങ്ങളെല്ലാം അങ്ങോട്ട് പ്രയോജനമില്ലാത്തത് മാറ്റി വെച്ചിട്ട് സ്തോത്രം മാത്രം മതി. അതിൻ്റെ 20-ാമത്തെ വാക്യം കൂടി വായിച്ച എഫേസ്യ ലേഖനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി. ഇതൊക്കെ എത്ര പ്രാവശ്യം ബൈബിളിൻ്റെ അകത്ത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലേഖനങ്ങളും എല്ലാം. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി യേശുവിൽ കൂടെ പിതാവിന് മഹത്വം കരയേറ്റുവാൻ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനും ഒക്കെ മഹത്വം കരയേറ്റുവാൻ എല്ലാറ്റിനും എല്ലായ്പ്പോഴും. നമ്മളൊന്നും ഇരുന്ന് ചിന്തിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു നിമിഷം മതി കണക്കൂട്ടിൽ തെറ്റാൻ. ഒരാളുടെ ആരോഗ്യം പോകാൻ, ഒരാളുടെ കണക്കൂട്ടിൽ തെറ്റാൻ. നമ്മളെയൊക്കെ ഇത്രത്തോളം കൃപയോടുകൂടി കർത്താവ് കാക്കുന്നു, ആവശ്യത്തിലും അധികം തന്നു. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും വെറുവെറുപ്പായിരിക്കും, ചോദിച്ചത് പലതും കിട്ടാത്തതിന്. മറ്റുള്ളവരുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കണം. വലിയ പ്രശ്നത്തിൽ കൂടും, കടഭാരങ്ങൾ കൂടും, ഇറങ്ങുവാൻ കഴിയാത്ത നാണംകേടും കൂടും, ലജ്ജയിൽ കൂടും. ഈ കഴിഞ്ഞ ദിവസം ഓരോരുത്തർ ഓഫീസേഴ്സും കൗൺസിലറും മെമ്പറും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യത്ത് കണ്ടില്ലേ, ഇന്നലത്തെ ഞാനത്തെ ന്യൂസ്. മറ്റുള്ളവർക്കൊക്കെ ആലോചന പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരു ജീവനം കൊടുക്കുക, അവർക്ക് കഴിയുന്നില്ല. അതുപോലുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെയൊക്കെ എത്ര കൃപയോടുകൂടി, പട്ടിണിയൊന്നും ഇവിടെ ആരും കിടക്കുന്നില്ലല്ലോ. ഇടാൻ ഡ്രസ്സൊക്കെ, ഈറാത്ത ഡ്രസ്സൊക്കെ ദൈവം തന്നിട്ടില്ലേ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ പ്രൈസ്, അതിലൊക്കെ അധികം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഹൃദയത്തിൽ നിന്ന് ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്തുതിക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റുള്ളതൊന്നും വേണ്ട, എല്ലാറ്റിനും എല്ലായ്പ്പോഴും ദൈവത്തെ എന്ത് ചെയ്യണം, സ്തോത്രം ചെയ്യണം. പണ്ട് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള ചിലരുണ്ട്. ഞങ്ങളുടെ സഭയിലൊരു അച്ചായനുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും സ്തോത്രം സ്തോത്രം എന്ന് മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് ആ സമയത്തൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്, ഈ സ്തോത്രം അല്ലാതെ വേറൊന്നും പറയാനില്ലേ. പക്ഷേ ഇപ്പോഴും ഞാനും കുറേയൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുവാൻ സഹായിക്കുന്നുണ്ട്. കാരണം ചില സമയത്തൊക്കെ വല്ലാതെ സാത്താൻ ട്രബിൾ ചെയ്യുമ്പോൾ സ്തോത്രമല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. അത് ഹൃദയത്തിൽ നിന്ന് നമുക്ക് വേറെ വാക്കുകളൊന്നും പറയാനില്ലാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് നമുക്ക് കർത്താവ് തന്നെ നമ്മളെ അനുവദിക്കുമ്പോൾ നമുക്ക് തരുമ്പോൾ സ്തോത്രമല്ലാതെ മറ്റൊന്നും. ആ സ്തോത്രത്തിൽ എന്തുണ്ട്? ഒരു വിടുതലുണ്ട്. ആ സ്തോത്രത്തിൽ സാത്താൻ നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം സ്തോത്രം മാത്രം പറഞ്ഞാൽ മതി. ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ ചിലർ പറയുമ്പോൾ ഇങ്ങനെ എണ്ണി പറയുമല്ലോ. പലരുടെ കയ്യിലുണ്ട്, റോസറി പ്രാർത്ഥന പറയുന്നവരുടെ കയ്യിലുണ്ട്, മുസ്ലിംസിൻ്റെ കയ്യിലുണ്ട്. എണ്ണി അവരെന്ത് ചെയ്യും, ഒരു ഇത്ര വട്ടം കൊന്ത ചൊല്ലണമെന്നൊക്കെ പറഞ്ഞ് എണ്ണിയൊക്കെ പറയുന്നത് ചേർത്തിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല. സ്തോത്രം പരിപാടിയല്ല. ഇതെന്തോ എൻ്റെ ശരിക്കും അർത്ഥം? ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, ഇല്ലേ? നന്ദി കർത്താവേ. അതാണ് എൻ്റെ മൂലഭാഷയിൽ. അങ്ങനെ ചില സഭകളൊക്കെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്തോ പറയേണ്ടത്? സ്തോത്രം ഒരു സംസ്കൃത പദമാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട്, നമ്മുടെ വർത്തമാനത്തിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് നന്ദിയാന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകുക. ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നത്തിങ് എൽസ്. ഇപ്പോൾ എഫേസ്യരുടെ വാക്യം വായിച്ചില്ലേ, രണ്ടിടത്തും. ഹല്ലേലൂയ, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. വേറെ ഒന്നും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, കൃപ പോകുന്ന, നിത്യത നഷ്ടപ്പെടുത്തുന്ന, സാത്താൻ നമ്മളിൽ പ്രവേശിക്കുന്ന, നമുക്ക് പിന്നീട് ആ നാവ് കൊണ്ട് തന്നെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന വർത്തമാനങ്ങളൊന്നും വേണ്ട. ബട്ട് ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. 103-ാം സങ്കീർത്തനം എടുക്കണ്ട, അതിൻ്റെ തുടങ്ങുന്ന തൊട്ട് യഹോവയെ സ്തുതിപ്പീൻ, അവരുടെ വിശുദ്ധനാമം സ്തുതിപ്പീൻ, സർവ്വ അന്തരംഗവുമായുള്ളവരെ. അതിൻ്റെ മൂലഭാഷയിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്തോന്നറിയാം? ഓൾ ദ ബൗൾസ് വിത്തിൻ മീ, ഓൾ ദ ഇൻറ്റേർണൽ ഓർഗൻസ് വിത്തിൻ മീ. ഞാൻ എൻ്റെ നാവ് മാത്രമല്ല,
ദൈവത്തെ സ്തുതിക്കണ്ട? എൻ്റെ ഹൃദയവും എൻ്റെ ലിവറും എൻ്റെ കരളും എൻ്റെ അവയവങ്ങളെല്ലാം എൻ്റെ വൻകുടലും ചെറുകുടലും എല്ലാം എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ പറയുക 103-ാം സങ്കീർത്തനം, അതിൻ്റെ മൂലഭാഷയിൽ സർവ്വ അന്തരംഗവുമായുവേ എന്നാണ് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന all that is within me. കിങ് ജെയിംസ് എഴുതിയിരിക്കുന്ന all the bowels, വേറെ ട്രാൻസ്ലേഷൻ I read it, all the bowels within me, all my internal organs within me. എൻ്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും എന്ത് ചെയ്യട്ടെ? അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തട്ടെ. അപ്പോൾ ആരാധനയിൽ നാവ് മാത്രമല്ല, നമ്മൾ വിചാരിച്ചു നാവ് മാത്രമല്ല, നമുക്കറിയാം ഹൃദയം കൂടാന്നാണ് വിചാരിച്ചു. അല്ല, സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ എൻ്റെ സകല അവയവങ്ങളും എന്ത് ചെയ്യട്ടെ? അകത്തുള്ള ഉള്ളിലുള്ള എൻ്റെ സകല അവയവങ്ങളും ചേർന്ന് അവൻ്റെ വിശുദ്ധ നാമം, യഹോവയായ ദൈവത്തെ, ആ വിശുദ്ധ നാമത്തെ സ്തുതിക്കട്ടെ. ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, പ്രൈസ്. ഇതെപ്പോഴും ചെയ്യേണ്ടത് മക്കളെ, ഞായറാഴ്ച മാത്രമല്ല. ശനിയാഴ്ച വൈകിട്ട് എത്ര പേര് ഒരുങ്ങുന്നു എന്ന് എനിക്കറിയുന്നില്ല. അതെങ്കിലും ഉണ്ടല്ലോ ഇല്ലേ? ശനിയാഴ്ച വൈകിട്ട് പല വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് വന്ന് പെട്ടെന്ന് ഞായറാഴ്ച ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് ഒരുങ്ങി വരുവാണോ? ശനിയാഴ്ച വൈകിട്ടെങ്കിലും അല്പസമയം ചിലവഴിച്ചാൽ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമ്പോൾ തീ കത്തും ദൈവമക്കളെ, സത്യമാണ്. പ്രൈസ് ലോർഡ്. എത്രത്തോളം ഞാൻ ഒരുങ്ങുന്നു അത്രത്തോളം കർത്താവിനെ ആത്മാവിനാൽ നിറയ്ക്കും. അതൊരു സത്യമല്ലേ? ഞാൻ നിറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരുക്ക കുറവുണ്ടാകും. അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ടെന്ന് പറയുന്നത് പാസ്റ്ററാണ്, ശനിയാഴ്ച വൈകിട്ട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അല്ല. എല്ലാ ദിവസവും ഒരുങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ കർത്താവ് നമ്മളെ ആത്മാവിനാൽ നിറയ്ക്കും, നമ്മുടെ ഒരുക്കം അനുസരിച്ച് നിറയ്ക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്താലും ഹൃദയംഗമായിട്ട് ചെയ്യുക, എന്ത് ചെയ്താലും സ്തോത്രത്തോടുകൂടി ചെയ്യുക, മറ്റുള്ള വിഷയത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്ന് 17-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട് 18-ാമത്തെ വാക്യം പെട്ടെന്ന് ആ ടോപ്പിക് അങ്ങ് മാറും. നമ്മൾ വിചാരിക്കുക എന്തുവാ ഇവിടെ നടക്കുന്നത്? വായിച്ചേ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കൈപ്പായിരിക്കുകയും. ഭാര്യമാരെ മാത്രം പറഞ്ഞപ്പോൾ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു സന്തോഷമായി. ആ ഭാര്യമാർ ഒതുങ്ങിയിരിക്കാനും സൗമ്യതയോടിരിക്കാനും കീഴ്പ്പെട്ടിരിക്കാൻ ഭർത്താക്കന്മാർക്കും ഉണ്ട്. അടുത്ത വാക്യത്തിൽ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ, ഇവിടെ മാത്രമല്ല, നമ്മളെപ്പോഴും വിവാഹത്തിനൊക്കെ വായിക്കുന്ന എഫേസ്യ ലേഖനത്തിലാണെങ്കിലും എല്ലായിടത്തും ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനത്തിൽ നിന്നോടൊന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 തൊട്ട് 25 വരെ. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവരോട് കയ്പായിട്ടിരിക്കല്ല, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്പ് വരുത്തുവാനാണ് സാത്താൻ ശ്രമിക്കുന്ന ബിറ്റർ. ഇവിടെ എഴുതിയിരിക്കുന്ന കയ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വലിയ ആത്മീയ മർമ്മം അങ്ങോട്ട് പറഞ്ഞ് നമ്മൾ എന്ത് പ്രവൃത്തിയാലും ക്രിയയാലും ദൈവത്തിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, അടുത്ത വാക്യത്തിൽ പേരൻസ്, ചിൽഡ്രൻ, അപ്പന്മാരും മക്കളും, അതിൻ്റെ അടുത്ത വാക്യത്തിൽ യജമാനന്മാരും ദാസന്മാരും. ഈ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളെപ്പറ്റി പറയും. കാരണം എന്തുവെന്നറിയാം, ഒരു ദേശത്ത് ദൈവം നമ്മളെ കുടുംബമായിട്ടാക്കിയിരിക്കുന്ന, നമ്മളിൽ കൂടി യേശുവിൻ്റെ നാമം ദേശത്ത് ഉയരണമെങ്കിൽ, കർത്താവ് നമ്മൾ കൂടി പ്രവർത്തിക്കണമെങ്കിൽ ആ റിലേഷൻഷിപ്സ് ഇറ്റ് മാറ്റേഴ്സ്. ആദ്യം ഇത് വീട്ടിൽ തുടങ്ങണം. കുടുംബത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ നമ്മൾ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, കരുതണം, ബഹുമാനിക്കണം, കീഴ്പ്പെടണം. അതെല്ലാം നമുക്കറിയാം, സ്ഥിരം കേൾക്കുന്ന വാക്യങ്ങളാണ്. നമ്മുടെ ഭാര്യയുടെ ഉത്തരവാദിത്വം ഭാര്യയ്ക്കും അറിയാം, ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനും അറിയാം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്പായിട്ടിരിക്കല്ല. സ്നേഹം അവിടെ വെളിപ്പെടണം. അവിടെ സ്നേഹം വെളിപ്പെട്ടാൽ മാത്രമേ, രണ്ട് കാര്യങ്ങളാണ്. ഒരു കുടുംബമാണ് ദേശത്ത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നത്. ഓർത്തോണം, പാലാരിവട്ടത്തിൽ ഞാൻ താമസിക്കുന്ന റോട്ടിൽ ക്രിസ്തുവും സഭയുമായിട്ട്, ദൈവത്തിൻ്റെ സഭയും ക്രിസ്തുവുമായിട്ട് വെളിപ്പെടുത്തേണ്ടത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, ഈ ഫാമിലി റിലേഷൻഷിപ്പാണ്. സ്തോത്രം. അപ്പം ഒരു കുടുംബം കൃപയോടുകൂടി നിന്നാൽ, ഒരു കുടുംബം കയ്പില്ലാതെ സ്നേഹത്തോടുകൂടി നിന്നാൽ, അവിടെ അത് തന്നെ ഒരു പ്രസംഗമാണ് ഇല്ലേ?
നമ്മൾ ക്രിസ്തുവിനെ ആ ദേശത്ത് വെളിപ്പെടുവാണ്. എങ്കിൽ മാത്രമേ സ്നേഹം പിന്നെ അടുത്ത് ഇതിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അകത്ത് വലിയ കാര്യമാണ്. ചിലർ അത് വേണ്ട എന്നൊക്കെ വെക്കുമ്പോൾ കുടുംബം മാന്യമാണ്, അത് ആവശ്യമാണ്, അത് യോഗ്യമാണ്. പഴയ നിയമത്തിലെ 83 മഹാപുരോഹിതന്മാർ തന്നെ ഉണ്ടായിരുന്നു. ആ മഹാപുരോഹിതന്മാർ കുടുംബസ്ഥരായിരിക്കണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോഴും സഭാ അധ്യക്ഷൻ, ഇടയൻ, ഏകഭാര്യയുടെ ഭർത്താവും, കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഡിസിപ്ലിൻ ചെയ്യുന്നവൻ, വളർത്തുന്നവൻ എന്നൊക്കെ അവിടെ എഴുതുവാൻ കാരണം എന്നാ? ശുശ്രൂഷ ചെയ്യേണ്ട മഹാപുരോഹിതനാണെങ്കിലും കുടുംബസ്ഥനായിരിക്കണം. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ അധ്യക്ഷനാണെങ്കിലും അത് കഴിഞ്ഞ് അടുത്ത സുവിശേഷകർ, പ്രവർത്തിക്കുന്നവർ, ഡീക്കൻസ്, അവരെല്ലാവരും എങ്ങനെ ആയിരിക്കണം? സാക്ഷ്യത്തോടുകൂടി ദേശത്ത് വളരെ കൃപയോടുകൂടി ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു അടിസ്ഥാനമാണ് കുടുംബം. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫെയ്ത്ത്ഫുള്ളായി തീരണം. സ്തോത്രം. അത് കഴിഞ്ഞ് അടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന അപ്പനും മക്കളും ഇല്ലേ, വായിച്ച നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, കർത്താവിനെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. സ്തോത്രം. അടുത്തത് അപ്പന്മാർക്കും ഉണ്ട്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കും. ഡിസിപ്ലിൻ ചെയ്യണം, വളരെയധികം ഡിസിപ്ലിൻ. എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്യുവാൻ എഴുതിയിരിക്കുന്നത്? ഞാനത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ് ആൾക്കാർക്ക്. 8 വാക്യമാണ് ബൈബിളിൻ്റെ അകത്ത്. സദൃശവാക്യം പിന്നീട് വായിച്ചോ, ഞാൻ അധ്യായം പറഞ്ഞങ്ങ് റെഫറൻസ് മീറ്റിംഗ് കഴിഞ്ഞ് ചോദിച്ചാൽ പറയാം. 13-ാമത്തെ അധ്യായം സദൃശവാക്യം, 13-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായം, 23-ാമത്തെ അധ്യായം, 29-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അടിച്ചു വളർത്തണം. ട്രെയിൻ, വടി ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് ഈ കാലഘട്ടത്തിൽ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റത്തില്ല, പാടില്ല. നോ, ആരാധിക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റത്തില്ലല്ലോ. പൂനെയിലുള്ളൊരു പാസ്റ്റർ പറഞ്ഞു, അവിടുത്തെ ചേർച്ചസിനെല്ലാം, ടൗൺ ചേർച്ചസിനെല്ലാം നോട്ടീസ് കൊടുക്കുക. എല്ലാ ടൗൺ ചേർച്ചസിനും നോട്ടീസ് കൊടുക്കുക, അടച്ചു പൂട്ടിക്കോളാൻ. അവിടെ ശിവസേന മോഡലിലുള്ള ആ ഒരു പണ്ടത്തെ ഒരു അവരെല്ലാം കൂടെ ഇളകിയിരിക്കുക. ഇവിടെ ആരാധിക്കേണ്ട ചർച്ചസിനൊക്കെ നോട്ടീസ് കൊടുക്കുക. പെന്തിക്കോസ്റ്റൽ ചർച്ചസിന്, വലിയ ചർച്ചസിന്, അവരൊക്കെ രജിസ്ട്രേഷനുള്ള ചേർച്ചസാണ്. അവിടുത്തെയൊക്കെ പാസ്റ്റേഴ്സ് മറ്റുള്ള കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൂടെ ഒരു ഓർഡിനേഷൻ അല്ല, ഒരു രജിസ്ട്രേഷൻ വേണം. എന്നാൽ മാത്രമേ ഒരു പ്രീസ്റ്റായിട്ട്, ഒരു പാസ്റ്ററായിട്ട് അവർക്ക് മാത്രമേ കല്യാണമോ അടക്കമോ സഭ പോലും നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ രജിസ്ട്രേഷൻ ഉള്ള പാസ്റ്റേഴ്സാണ്. അങ്ങനെ ഒരു പാസ്റ്ററാണ് എന്നോട് പറഞ്ഞത്. ആ പാസ്റ്ററിൻ്റെ ഒരു വിശ്വാസിയാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ചർച്ചിനും നോട്ടീസ് വന്നിരിക്കുക, അടച്ചു പൂട്ടിക്കോളാൻ. അപ്പോൾ പട്ടണങ്ങളിലൊക്കെ ചർച്ചുകൾ അടച്ചു പൂട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. 21-ാമത്തെ വാക്യത്തിൽ പേരൻസ് എങ്ങനെ ആയിരിക്കണം, പിള്ളേർ എങ്ങനെ ആയിരിക്കണം, അതെല്ലാം വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത്രയും വാക്യത്തിൽ ട്രെയിൻ ചെയ്യുവാനായി എഴുതിയിരിക്കുന്ന. അതുകൊണ്ട് ഗവൺമെൻറ് നിയമം എന്തുവാണെന്നൊന്നും അല്ല, വടി ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യുവാൻ തന്നെ. വടി കൊള്ളേണ്ട പ്രായത്തിൽ വടി കൊള്ളണം, അടി കൊള്ളണം. അത് കഴിയുമ്പോൾ ഒരു അടി കൊള്ളണ്ടാത്ത ആവശ്യം. ആ സമയത്ത് പിന്നെയും അടി കൊള്ളുന്ന പരിപാടി പിള്ളേരെ ഇണക്കല്ല. അതിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യണം? അവർ ബോധം പ്രാപിക്കണം. നീ വടിയെ സ്നേഹിച്ചാൽ നീ നിൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ നശിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലാണ് എഴുതിയിരിക്കുന്നത്. വചനത്തിനൊന്നും ചില കാര്യം നമ്മൾക്കുണ്ടല്ലോ എടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ, അതായത് പഴയ നിയമത്തിലല്ലേ സ്ഥിരം ദൈവമക്കളുടെ നമ്പറാണ് എടുക്കാൻ, നമുക്കത് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്തപ്പോൾ അത് പഴയ നിയമത്തിലല്ലേ. പഴയ നിയമത്തിലും നമുക്കുള്ള പ്രമാണമുണ്ട്, പഴയ നിയമത്തിൽ ഇസ്രായേലിനുള്ള പ്രമാണമാണ് എടുക്കേണ്ടത്. അത് തമ്മിൽ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ എന്ത് ചെയ്യണം? കൃപ വേണം. എല്ലായിടത്തും ഉണ്ട്, നമുക്കുള്ള പ്രമാണം ഉണ്ട് ദൈവമക്കളെ. പുതിയ നിയമസഭയ്ക്കുള്ള പ്രമാണം ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ബൈബിളിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇസ്രായേലിനുള്ള ആവർത്തന പുസ്തകത്തിലും തിരുവത്താനന്ദ പുസ്തകത്തിലും ഒക്കെ ഉണ്ടല്ലോ, ലേവ്യ പുസ്തകത്തിലൊക്കെ ഇസ്രായേലിന് വേണ്ടി വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന പ്രമാണം ഏതാണെന്ന് തിരിച്ചറിയുവാനാണ് നമ്മൾ ഈ ദിവസങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രെയിൻ യുവർ ചിൽഡ്രൻ. പക്ഷേ ആ ട്രെയിനിങ്ങും എന്ത് ചെയ്യണം? ഇങ്ങനെ അടിച്ചുകൊണ്ടങ്ങ് ഇരുന്നാലോ, വഴക്ക് പറഞ്ഞുകൊണ്ട്. സ്വതന്ത്രം. അവരും മനസ്സിലാക്കണം, ഞങ്ങളുടെ കുടുംബം പ്രത്യേകതയുള്ള കുടുംബമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പേരൻസ് ഒത്തിരി ട്രെയിൻ ചെയ്യുമ്പോൾ വിഷമമൊന്നും തോന്നല്ലേ. കുഞ്ഞുങ്ങളും മനസ്സിലാകണം, എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഞാൻ എന്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളോട് പലപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്ക്, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. കുറേയൊക്കെ അവർ അനുസരിക്കുന്ന പ്രായത്തിലൊക്കെ അങ്ങ് അനുസരിക്കും. ഇച്ചിരി കാര്യം അവർ പറയാൻ പറ്റത്തില്ലെന്നും പറയും.
എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യണം? മനസ്സോടുകൂടി ചെയ്യണം. ദൈവമക്കളെ, അത് നമ്മൾ വലിയൊരു ചെയ്താൽ പോലും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന, അയ്യോ അങ്ങനെ ചെയ്തില്ലേ, നോ, ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി, മനസ്സോടുകൂടി. അതിനെ പ്രതിഫലം ഉള്ളൂ, അതേ ദൈവം സ്വീകരിച്ചിട്ടുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ്, അത് വലിയ കാര്യമുണ്ട്. അവിടെ തെറ്റിയാൽ, സ്തോത്രം, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും സുവിശേഷം ദേശത്ത് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് ബന്ധം, അങ്ങ് കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെടണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, കരുതേണ്ടടുത്ത് കരുതണം. സ്തോത്രം. അവരൊരു ടീമാണ്, ഒരു കുടുംബം ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു വലിയ ആത്മീയ മർമ്മം. നിങ്ങളുടെ വാക്കിൽ കൂടും പ്രവൃത്തിയിൽ കൂടും ദൈവത്തെ ദേശത്തെ മഹത്വപ്പെടുത്തുവാൻ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ. അടുത്ത വാക്യത്തിൽ പറയുന്നു അപ്പൻ മക്കളെ കോപിപ്പിക്കല്ല, പക്ഷേ അതേ സമയത്ത് ഈ ഒടിഞ്ഞു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ലൈനുണ്ടല്ലോ, ആ ലൈനൊക്കെ പരിശുദ്ധാത്മാവാണ് നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടപ്പോൾ ഡിസിപ്ലിൻ ചെയ്യുവാൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ അതിനുള്ള ജ്ഞാനം എങ്ങനെ പ്രാപിക്കണം? ഓരോ കുഞ്ഞുങ്ങൾ ഓരോ പേഴ്സണാലിറ്റീസാണ്. വളരെ സ്റ്റബേണായിട്ടുള്ളവരുണ്ട്. അതിന് ഭർത്താവും ഭാര്യയും തന്നെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറയുമായിരുന്നു, ഞാനായിട്ട് എന്നോട് വേറൊരു പാസ്റ്ററും പറഞ്ഞു, നീ ആയിട്ടാണ് അവൻ്റെ കൂടി ജീവിക്കുന്നതെന്ന്. ആ കുടുംബത്തെ ശരിക്കും അറിയാവുന്ന ഒരു പാസ്റ്ററും പറഞ്ഞു. സത്യമാണ്, എനിക്കും ആ കുടുംബത്തെ അറിയാം, സത്യമല്ലേ. അപ്പോൾ ഓരോ ഭർത്താക്കന്മാരോട് ഇടപെടേണ്ട രീതിയുണ്ട്, ഭാര്യമാരോട് ഇടപെടേണ്ട രീതിയുണ്ട്, മക്കളോട് ഇടപെടേണ്ട രീതിയുണ്ട്. ഓരോ ടൈപ്പ് വ്യക്തിത്വങ്ങളാണ്. അതൊന്ന് ന്യൂട്രലൈസ്ഡായി, അതൊന്ന് കൃപയോടുകൂടി, അതൊന്ന് ആ കുടുംബം സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പോകുവാൻ ഉള്ള പരിജ്ഞാനം ആര് പ്രാപിക്കണം? ഭാര്യ പ്രാപിക്കണം, ഭർത്താവ് പ്രാപിക്കണം, പേരൻസ് പ്രാപിക്കണം, മക്കൾ പ്രാപിക്കണം. ഒന്ന് പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 1 Peter 3:7 ഒന്ന് വായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവിടെ ഞാൻ ഇന്നലെ ആ ഭാഗം വായിച്ചപ്പോൾ ടുഗദർ യു ബിക്കം ദ ഹെയർസ് ഓഫ് ലൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതി സ്നേഹിച്ചും ബഹുമാനിച്ചും ഒന്നിച്ചു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് സ്വർഗത്തിൽ പോകുമല്ല. കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ വലിയൊരു മർമ്മം അവിടെ എഴുതിയിട്ടുണ്ട്. പത്രോസ് പറയുക, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകുമല്ല, നീ മനസ്സിലാകണം കുടുംബത്തെയും കൂടി കൊണ്ടുപോകേണ്ടതാ. ഭാര്യ നിൻ്റെ ജീവൻ്റെ കൂട്ടവകാശിയാന്ന് മറന്നു പോകല്ല. അത് തിരിച്ചും ഭാര്യ മനസ്സിലാക്കണം, ഭാര്യ ഞാനങ്ങ് ഭയങ്കര ആത്മീയമായിട്ടിരുന്ന് ഞാനങ്ങ് പോകുമല്ല. ഇവർ രണ്ടുപേരോട് ചേർന്ന് ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വമായിട്ടും ദൈവനാമ മഹത്വമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു വിളി അനുസരിച്ച് അവർ നിൽക്കുമ്പോൾ, കർത്താവിനെ ദേശത്ത് ഉയർത്തുമ്പോഴാണ് രണ്ടുപേരോട് ചേർന്നാണ് ജോയിൻ ഹെയർസ് ഓഫ് ലൈഫ്, ജീവൻ്റെ കൂട്ടവകാശി. ഈ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാൾ തന്നെയല്ല, ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നൊക്കെ നമ്മൾ പറയും. അതിനൊക്കെ വ്യവസ്ഥകളുണ്ട്. ഒന്നിച്ചാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ജീവൻ്റെ കൂട്ടവകാശിയാന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ, അതർവൈസ് യുവർ പ്രേയേഴ്സ് വിൽ ബി ഹിൻഡേർഡ്. നിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യും? മുടക്കം വരും. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ എത്തത്തില്ല. നിൻ്റെ പ്രാർത്ഥന മുടക്കം വരും. രണ്ടാമത് നീ മനസ്സിലാക്കണം, ജീവൻ്റെ കൂട്ടവകാശി. അല്ലാതെ നീ തന്നെ അങ്ങോട്ട് ആത്മീയമായിട്ട് ഇന്ന് ജീവൻ പ്രാപിക്കും എന്ന് വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. രണ്ടുപേരോട് ചേർന്ന് കൂട്ടായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒന്നിച്ച് ജീവൻ പ്രാപിക്കും എന്നാണ് വചനത്തിൽ വളരെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഹെയർസ് ഓഫ് ലൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. യെസ്, ടുഗദർ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒന്നിച്ച് ജീവൻ്റെ കൂട്ടവകാശിയായി തീരും. അതിനകത്ത് വളരെ ആഴങ്ങളുണ്ട്. അതൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിലാകേണ്ട ഒരു കാര്യം. പിന്നീടാണ് അപ്പനും മക്കളുടെ കാര്യം എഴുതിയിട്ട് കുടുംബത്തോട് തീർന്നോ? യോശുവ പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബം, അത് മാത്രം മതിയോ? അല്ല, അതാണ് അടുത്ത വാക്യം 22 തൊട്ട് വായിച്ചേ. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിനും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളായല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. 24 വരെയും വായിച്ചല്ലോ. ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കും. ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതാ.
അവിടും ജോലി സ്ഥലത്തും ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. പ്രതിഫലം തരുന്ന ദൈവമാണ്. സോ ഒരു പ്രശ്നമുണ്ട് ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതും ഡീൽ ചെയ്യുന്നത് ആരാ? കർത്താവ്. ആരെങ്കിലും നമുക്ക് ഭാരം വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദോഷമായിട്ട് ചെയ്യുന്നു, കർത്താവ് ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല. വേറെ ആരെങ്കിലും, നമ്മുടെ പേരൻസോ നമ്മുടെ കുടുംബമോ ചിലപ്പോൾ അത് കാണുന്നില്ലായിരിക്കും, പക്ഷെ പാസ്റ്റർ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും നിങ്ങളുടെ ജോലി സ്ഥലത്തെ പ്രശ്നം. ആരറിയുന്നു? ഇസ്രായേലിൻ്റെ ദൈവം ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. തൻ്റെ ദൃഷ്ടി എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേല. സ്തോത്രം. ആ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ 22, 23, 24 വായിക്കുമ്പോൾ ആ ജോലി സ്ഥലത്തും വിശ്വസ്തത വേണം. നിനക്ക് പ്രമോഷൻ തരുന്നത് ആരാ? ദൈവമാണ്. ജോലിയിൽ നിന്നെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറ്റുന്നത് ആരാ? വരുമാനത്തിലായിക്കോട്ടെ, എന്ത് വിഷയത്തിലും. സോ ആ ദൈവമാണ്. ദേശത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എല്ലാം. അപ്പം ദൈവമായെന്ന് മനസ്സിലായിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒക്കെ ഒരു വിശ്വസ്തത, ഒരു സത്യം. എന്നാൽ മാത്രമേ ഈ കുടുംബജീവിതം എങ്ങനെ ദേശത്ത് യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ യോഗ്യമായി തീരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദാസന്മാർ. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മേലൊരു ബോസ് കാണും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കാണും, നമ്മുടെ സബോർഡിനേറ്റ്സ് കാണും, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ കാണും. അവിടെ എല്ലാം അവരുമായിട്ടുള്ള ബന്ധവും വളരെ കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ഇനി വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താൽ. അപ്പോൾ ഈ റിലേഷൻഷിപ്സ് സുവിശേഷ വേലയ്ക്ക് ആവശ്യമാണ്. ഈ റിലേഷൻഷിപ്സ് നല്ലതായിത്തീരണം. ഈ ബന്ധങ്ങൾ, ചിലർ ദൈവമക്കളായി തീരുമ്പോൾ തൊട്ട് എല്ലാവരുമായിട്ട് ബന്ധം കട്ട് ചെയ്യും. എന്നിട്ട് പറയുമ്പോൾ അതിന് വേർപാടെന്നാ പേരെന്ന് പറയും. സെപ്പറേഷനാണ്. അതല്ല ദൈവമക്കളെ സെപ്പറേഷൻ. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എല്ലാവരുമായിട്ട് ബന്ധം കട്ട് ചെയ്യുന്നല്ല സെപ്പറേഷൻ. അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് അങ്ങനെയാണ്. നീ ലോകമേ വിട്ടിട്ട് എന്ത് ചെയ്യണം? ലോകം വിട്ടിട്ട് പോകേണ്ട വരും. ബന്ധമുണ്ടാകണം. എനിക്ക് വലിയ വിഷമമുണ്ടായ കാര്യത്തിൽ സാത്താൻ്റെ വലിയൊരു പദ്ധതിയാണ് ഈ കോവിഡിന് ശേഷം ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറും ഈ വർഷിപ്പ് ഫ്രം ഹോം കൾച്ചറും രണ്ടും പ്രശ്നമാണ്. വലിയ ഇഷ്ടമാണ്, നല്ലതാണ്. വർക്ക് ഫ്രം ഹോം നല്ലതാണ്. കാരണം ഞാൻ ഇതിപ്പം ഭയങ്കരമായിട്ട് അങ്ങ് വന്നിരിക്കുക. അതായത് കേരളത്തേക്കാൾ കൂടുതൽ ഹൈദരാബാദിലോട്ടും ബാംഗ്ലൂരിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലാണ്. ഒരു ഷോർട്ട്സ് ആയിരിക്കും, താഴോട്ട് പിന്നെ കാണുന്നില്ലല്ലോ. നല്ല സൂട്ടോ അല്ലെങ്കിൽ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. താഴെ ലുങ്കിയൊക്കെ ആയിരിക്കും. കാര്യം ഈ സ്ക്രീനിൽ കാണുന്ന പരിപാടികൾ പകുതി ആൾക്കാർക്ക് സ്ക്രീനും വേണ്ട. ഞാൻ എൻ്റെ പഴയ വിശ്വാസികളൊക്കെ ഈ പ്രാവശ്യം ഹൈദരാബാദിലൊന്ന് കാണാൻ ചെന്നപ്പോൾ, വിശ്വാസത്തുള്ള വിശ്വാസികളൊക്കെ ഹൈദരാബാദിലുണ്ട്. അതൊരു IT സിറ്റി ആണല്ലോ. IT-യുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാരും അല്ലാത്തവർക്കും എല്ലാവർക്കും വർക്ക് ഫ്രം ഹോമാണ്. ഞാൻ നോക്കിയപ്പോൾ ഭാര്യയ്ക്കൊരു മുറി അവിടെ നോക്കിയപ്പോൾ അവിടെ ലാപ്ടോപ്പ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പല ഫോൺസൊക്കെ ഞാൻ കുത്തിവിടും. ഫോൺ ഇവിടെ സൈഡിലും ഇതുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്റർ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഓരോ വിശ്വാസികളുടെ വീട്ടിലാണ് താമസിച്ചത്. അങ്ങനെ അവർക്കെല്ലാം വർക്ക് ഫ്രം ഹോം, എല്ലാവരും വീട്ടിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കകത്ത് ഒരു വിശ്വാസി പറഞ്ഞു, എന്ത് ചെയ്യാൻ, കുറേ നാളായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ഈ ദിവസം നാളെ ഇത് ഓഫീസിൽ പോകാനപ്പം വലിയ വിഷമമാണ്. ഈ വർക്ക് ഫ്രം ഹോം ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യരെ കാണാൻ പിന്നെ പറ്റാതെ ഭവനത്തിൽ അങ്ങിരുന്ന് നമ്മൾ തന്നെ അറിയാതെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഇൻട്രോവേർട്സ് ആയിട്ട് അങ്ങ് തീരുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ട് നമ്മൾ എത്രത്തോളം ആ ഒരു കൾച്ചർ മാറ്റിക്കളയുന്നു. കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലവും അങ്ങനെയൊക്കെ കൂടുതൽ നമ്മുടെയൊക്കെ മക്കളുടെ കാലത്ത് എല്ലാവരും വീട്ടിലായിരിക്കും. ചിലപ്പം കൂടി വരിക. ഞാനൊക്കെ ജോലി ചെയ്ത സമയത്ത് എൻ്റെ ആദ്യത്തെ ജോലി ഞാൻ ഓർക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് പോകണം. എനിക്ക് പണ്ട് തൊട്ട് രാത്രിയിൽ എത്ര വേണമെങ്കിലും ഇരിക്കും. അതിരാവിലെ എഴുന്നേക്കാൻ മാത്രം പറയല്ല. ഈ അതിരാവിലെ എഴുന്നേറ്റ് 7 ഞാൻ അവിടെ എത്തണം. 7 to 3 ആയിരുന്നു അന്ന് പഠിപ്പിക്കണം. കാര്യം ഈ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ അവരെ കമ്പ്യൂട്ടേഴ്സ് പഠിപ്പിക്കാനോടുള്ളൊരു ഗവൺമെൻറ് പ്രോജക്റ്റോട് പല സ്ഥാപനത്തിനും കിട്ടി. ഞങ്ങളുടെ സ്ഥാപനത്തിനും ഉണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ 7 to 9 ആണ് അവർ വരുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലി 7 to 3 ആയിരുന്നു. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. ഈ 7 അവിടെ എത്തണം. 5:30 എഴുന്നേക്കണ്ടേ, അല്ലെ 6 എഴുന്നേക്കണ്ടേ. കുറേ നാൾ അങ്ങനെ ജോലി ചെയ്തു. വലിയ വിഷം. അന്ന് വല്ലതും ഈ വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നത് ഞാനും വീട്ടിലിരുന്നേനെ. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുമല്ല, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ ഇരുന്ന് പ്രസംഗിച്ചാൽ മതി, പോകണ്ട. വീട്ടിൽ ഇരുന്ന് സുവിശേഷം പറഞ്ഞാൽ മതി, വീട്ടിൽ ഇരുന്ന് കൗൺസിൽ ചെയ്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമുണ്ട്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാണെന്നറിയാം? നീ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും എല്ലായിടത്തും ഗലീലയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി, ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ് ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ശിഷ്യന്മാരോട് എന്തോ പറഞ്ഞ? പോകാൻ. നിങ്ങൾ രണ്ടുപേര് എന്ത് ചെയ്യും? ഭവനങ്ങളിലോട്ട് ദേശത്ത് പോ. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവർ ആ അപ്പർ റൂമിൽ
ആ മാളിക മുറിയിൽ ഇരിക്കുവല്ലായിരുന്നു. ഇറങ്ങിച്ചെന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ആ മുടന്തനെ കണ്ടു. ആദ്യത്തെ അത്ഭുതം അവിടെ നടന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ആൾക്കാരുടെ ഭവനത്തിൽ ചെന്ന് അവരോട് സംസാരിക്കാതെ ഒരിക്കലും കർത്താവിൻ്റെ വേല നടക്കത്തില്ല ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത്രയും കർത്താവ് ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വർഷിപ്പ് ഫ്രം ഹോം, പിന്നെ അടുത്ത എന്തുവാ, വർക്ക് ഫ്രം ഹോം. ഇത് രണ്ടും ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാതിരിക്കാനുള്ള രണ്ട് വലിയ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. ജോലിയൊക്കെ അങ്ങനെ ആയിരിക്കും, വർഷിപ്പ് അങ്ങനെ ആക്കല്ലേ. എന്നോട് വേറൊരു കുടുംബം ഞാൻ ഓർക്കുന്നു, പണ്ടുണ്ടായിരുന്ന ഒരു കുടുംബം എപ്പോഴും ഈ കോവിഡിന് ശേഷമാണ് എപ്പോഴും പറയും, ഇന്നൊരു മൂഡില്ല, ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്ന് ഞായറാഴ്ചോളാം, വീട്ടിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു പ്രസംഗം കണ്ടോളാം. അതൊക്കെ വലിയ ഡേഞ്ചറസ് ആണ് ദൈവമക്കളെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കാണുമ്പോൾ, നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ, നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാരെ കാണുമ്പോൾ, ബൈബിളും എടുത്ത് ഈ റോട്ടിൽ കൂടെ നമ്മൾ നടക്കേണ്ട ഒത്തിരി ദൈവപ്രവൃത്തികളുണ്ട്. അതെല്ലാം ഇല്ലാതായിപ്പോവും. രാവിലെ കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടി വന്ന് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ദൈവത്തെ ഉയർത്തുകയും കർത്താവിനെ ചേർന്ന് ആരാധിക്കുകയും ഒന്നിച്ച് അന്യഭാഷകൾ ആരാധിക്കുകയും നമുക്ക് ദൈവം തന്ന വെളിപ്പാടുകൾ മറ്റുള്ളവരുടെ ബലത്തിനായിട്ട് പറയുന്ന ശുശ്രൂഷ ഒന്നും ഇല്ലാതായിപ്പോൾ. ഈ ജോലി ഞാൻ പറഞ്ഞു, വർക്ക് ഫ്രം ഹോമിൻ്റെ അകത്ത് നടക്കുന്ന ഈ ഒത്തിരി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങാൻ, ഇപ്പം നമ്മൾ ഒത്തിരി നേരം ഇരുട്ടത്ത് ഇരുന്നിട്ട് പിന്നെ ഒന്ന് വെളിച്ചത്ത് ഇറങ്ങാൻ പറയുന്ന പോലാണ്. പിന്നെ അവർക്ക് ഭയങ്കര വിഷമമാണ്. ഈ ഇൻട്രോവേർട്സ് പോലായി തീരുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഇൻട്രോവേർട്ട് മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വേറൊരു ഡിസോർഡറിൻ്റെയും പേര് കേട്ടു. ഇപ്പം പുതിയൊരു ഡിസോർഡർ, പേര് പറയുന്നില്ല, ഇപ്പോഴേ പേടിപ്പിക്കുന്നില്ല. ഒത്തിരി ഇതുപോലത്തുള്ള ഡിസോർഡേഴ്സൊക്കെ ആൾക്കാർക്ക് വരുന്നത്. ആ ഡിസോർഡറിൻ്റെയും കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഇടപെടാൻ പറ്റുന്നില്ല. ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ആ ഡിസോർഡറിൻ്റെ അകത്ത്. അവർക്ക് തന്നെ അങ്ങ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം ഈ ഡിസോർഡേഴ്സും ഈ ഇൻട്രോവേർട്ട് അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ കൂടി വരുന്നതൊക്കെ പണ്ട് വല്ലതും ഇത് കേട്ടിട്ടുണ്ടോ? പണ്ട് ഇങ്ങനെ ആരെങ്കിലും ഇൻട്രോവേർട്ടാണോ, അല്ലെങ്കിൽ ഇപ്പം ഗേ, ലെസ്ബിയൻ, ഹോമോ, അതുപോലത്തെ ഇഷ്ടത്തിന് മോഡൽ LGBT ഉണ്ട്, LGBTQ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ സബ് വേരിയൻസും ഇറങ്ങുന്നു. ഇതെല്ലാം മാനസിക അവസ്ഥകളല്ലേ. സ്തോത്രം. ഇവിടെ ഒരു സഹോദരൻ എങ്ങും റൂം കൊടുക്കാഞ്ഞിട്ട് ഒരു സഹോദരൻ മേളിൽ താമസിക്കുന്നത്, മുസ്ലിം സഹോദരൻ ഇവിടെ വന്ന സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ കൂട്ടൊക്കെ കിണുങ്ങിയും കുണുങ്ങിയൊക്കെയാണ് വന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവനെ ഞാൻ റൂം കൊടുക്കണോ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് ഇവൻ മുറിയിൽ വന്നപ്പം കൂടെ ഉള്ള ഒരുത്തൻ പറഞ്ഞു ഞാൻ താമസിക്കുന്നില്ല. 42 വയസ്സുണ്ട്. ഇവിടെ വന്ന് താമസിച്ച് നമ്മളോടൊക്കെ ഇടപെട്ട് ഇവിടെ നടക്കുന്ന ബിൽഡിങ്ങിൽ താമസിച്ച് അവൻ്റെ ഇപ്പം മോഹച്ചായ മാറിയെന്നുള്ളതാണ്. അവൻ നല്ല യോഗ്യനായ നല്ലൊരു, അവനിപ്പോൾ എല്ലാവരും ഇടപെടുന്നു, സംസാരിക്കുന്നു. അവൻ്റെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു പൈശാചിക ബന്ധനമാണ്, ഇതൊരു മാനസിക അവസ്ഥയാണ്, ശാരീരിക അവസ്ഥയേക്കാൾ കൂടുതൽ. ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും. നമുക്കറിയാമല്ലോ, ഹോർമോണൽ കുത്തിവെച്ചാണ് ഇവരെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നത്. ഇത് ആത്മാവിൽ ഈ ബന്ധനങ്ങൾ വിട്ടുമാറുമ്പോൾ, അപ്പോൾ ഇതുപോലത്തെ മാനസിക അവസ്ഥകൾ കൂടി വരുന്നതിൽ നമുക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, വെളിയിൽ ഇറങ്ങേണ്ട, ആൾക്കാരോട് ഇടപെടേണ്ട. ചിലർക്കുണ്ടല്ലോ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ വലിയ വിഷമമാണ്. ഇങ്ങനെ ആയ ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. ഒരു ഗസ്റ്റ് വരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. എല്ലാവരും കയറി മുറിക്കകത്ത് കയറിയിരിക്കും. ആരെങ്കിലും ഒരാൾ അയ്യോ ഞാനെങ്കിലും ഇരുന്നാലേ പറ്റുമല്ലോ എന്ന് പെട്ടുപോയി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഭവനങ്ങളുണ്ട്. ആൾക്കാരുടെ ഇടപെടേണ്ട. പക്ഷേ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്, അത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാൻ കാരണം, ഇങ്ങനൊരു മാനസികാവസ്ഥ അതിൻ്റെ വല്ലാതെ ഡീപ്പായിട്ട് ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഒക്കെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാകണം, റിലേഷൻഷിപ്സ്, ലോകവുമായിട്ടുള്ള ബന്ധം, അതവിടെ യജമാനനും ദാസൻ, കുടുംബ ബന്ധങ്ങൾ, ദേശവുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അത് യേശുവിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്ന് കർത്താവ് പറയുന്നെങ്കിൽ, ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ക്രിയയുടെ കാര്യമല്ല പറയുന്നത്, ആണോ? ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ക്രിയ എങ്ങനെയാണ് ദേശത്ത് ദൈവനാമം മഹത്വപ്പെടുത്തുന്നത്? സ്തോത്രം. അപ്പം പബ്ലിക്കിലല്ലേ, പബ്ലിക് റിലേഷൻഷിപ്പ് ദൈവമക്കളെ, അയൽവക്കക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, കുടുംബക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, കൂടെ ജോലി ചെയ്യുന്നവരെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക്, അയൽവക്കക്കാരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇടയ്ക്ക്. ഡസൻറ്റ് മാറ്റർ. സ്തോത്രം. ഒന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് സംസാരിക്കുക. വിസിറ്റ് ചെയ്താലേ സംസാരിക്കാൻ പറ്റൂ. അവർ നമ്മളെയോട്ട് വിസിറ്റ് ചെയ്യത്തില്ല. എല്ലാവരും ഇപ്പം അവരവരുടെ വീട്ടിലിരിക്കുക. അതിനൊക്കെ കർത്താവ് കൃപ തരട്ടെ. അതിനൊക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദൈവദൂതന്മാരെ പോലെ അകത്ത് കയറ്റി ഇരുത്തണം. എബ്രഹാം ചെയ്ത പോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. സ്തോത്രം. അവരോട് സന്തോഷത്തോട് സംസാരിക്കണം.
ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാലും അവരോട് എന്തു പറയണം? സഹോദരൻ ഒന്ന് കയറി ഇരിക്കുക. രണ്ടുപേര് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കാർ ഷെഡിലോട്ട് കയറി വന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് കാർ ഷെഡിലേക്ക് അനങ്ങ ശബ്ദം കയറിയാൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ദേഷ്യപ്പെടുമോ എന്ന് വല്ലതും വിചാരിച്ച് അവർ പറയും മഴ വന്നുകൊണ്ട് ഞാനൊന്ന് കയറി നിന്നതാണ് എന്ന് പറഞ്ഞു രണ്ടുപേരും. ഞാൻ പറഞ്ഞു അതിനെൻ്റെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് എടുക്കുന്നു. ഞാൻ എന്തോ വിഷയത്തിൽ ബിസി ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയി. പക്ഷേ ഞാൻ എന്തുമായിരുന്നു ചെയ്യേണ്ടത്? കുറച്ച് നേരം അവരോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു. ഈ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താൽ, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, റിലേഷൻഷിപ്സിന് കർത്താവ് ഭയങ്കര പ്രാധാന്യത കൊടുക്കുന്നു എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ച വാക്യങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്ന. അതിൻ്റെ 24 കഴിഞ്ഞ് 25 വായിച്ചേ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഇത് പറഞ്ഞ് കേൾക്കാതെ, ന്യായത്തിന് വിരോധമാണ് അന്യായം. ഒരു കാര്യം പറഞ്ഞു വന്നിട്ടാണ് ഈ റിലേഷൻഷിപ്സിനെ പറ്റി, കുടുംബ റിലേഷൻഷിപ്സ്, അപ്പനും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ ജോലി സ്ഥലത്തും മറ്റുള്ളവരുമായിട്ടുള്ള പബ്ലിക് റിലേഷൻഷിപ്സ്, ഇവിടെ എല്ലാം വിശ്വസ്തത പാലിക്കണം, ഇവിടെ എല്ലാം ദൈവസ്നേഹം വെളിപ്പെടണം, ദൈവപ്രവൃത്തി നമ്മൾ കൂടി വെളിപ്പെടണം, ക്രിസ്തു ആരാന്നറിയണം. 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വാട്ട് എവർ യു ഡു ഇൽ ഹോൾ ഹാർട്ടഡ്ലി. നിങ്ങൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം? മനസ്സോടുകൂടി, ഹൃദയംഗമായിട്ട്. എന്ത് ചെയ്താൽ, ഒരാളെ സഹായിച്ചാൽ, ഒരാൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ അവർ നന്നാകണം, അവർക്കൊരു മാറ്റമുണ്ടാകണം, അവരെ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരണം എന്ന് തന്നെ ആഗ്രഹിച്ച് വേണം ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ എവിടെ സമയം? ഇല്ലേ? നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം ആദ്യം അങ്ങ് ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കർത്താവ്, ഈ ജോലി വിഷയത്തിലൊന്നും ഒരു ലോഡുമില്ലാതെ ദൈവം അത് മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാണണം. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ, അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ജീവിതത്തിലുണ്ട്. സ്തോത്രം. എനിക്ക് പറയാനുണ്ട്. ഞാൻ പലപ്പോഴും പപ്പയുടെ ജോലി സമയത്ത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശുശ്രൂഷ മാത്രമാണ് ചെയ്യുന്നത്. ജോലി മറ്റുള്ളവരുടെ ഒക്കെ പ്രശ്നമായി തീരുമ്പോൾ ഇവിടെ വളരെ നന്നായി എങ്ങനെയൊക്കെയോ ദൈവം അത്ഭുതം ചെയ്ത കാര്യങ്ങൾ. ജോലി സമയത്ത് അതിനുള്ള ശ്രദ്ധയൊക്കെ വളരെ കുറവായിരിക്കും, ശുശ്രൂഷയിലുള്ള ശ്രദ്ധയായിരിക്കും കൂടുതൽ. ജോലി കാര്യങ്ങൾ ദൈവം നന്നായിട്ട് ചെയ്യുന്നേ. അനുഭവങ്ങളുണ്ട്. അവിടെ നമ്മുടെ ജോലി ഭാരമാണെന്ന് ആരും പറയല്ലേ. ഭാരമായി തീരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ പറഞ്ഞ ഏരിയയിൽ കുറവുണ്ട്. ഇനി ദൈവം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചങ്ങോട്ട് നിർബന്ധിക്കുന്ന ഒരു കർത്താവല്ല, നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. എന്നിട്ട് 25-ാമത്തെ വാക്യത്തിൽ ആരെങ്കിൽ ഈ വിഷയത്തിൽ എനിവൺ ഹു ഡസ് റോങ് വിൽ ബി റീപെയ്ഡ് ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ടേക്കൻ, ദർ ഇസ് നോ പാർഷ്യാലിറ്റി. ഇതിനാരെങ്കിൽ ഇത് കേൾക്കാതെ ഈ എൻ്റെ കാര്യം മാത്രം ചെയ്ത് ഞാൻ തന്നെ എൻ്റെ വിഷയം, ഞാനും എൻ്റെ കുടുംബവും, വീട്ടിൽ ബന്ധങ്ങൾക്കൊന്നും പ്രാധാന്യത കൊടുക്കാതെ, വാക്കിനാലും ക്രിയാലും യേശുവിൻ്റെ നാമം ഉയർത്താതെ, ദൈവം എനിക്ക് തരുന്ന ചാൻസ് ഒന്നും സ്തോത്രം മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടാതെ, മറ്റുള്ളവരോട് സഹായിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ, മറ്റുള്ളവരുടെ വിഷമത്തിൽ അവർക്ക് വേണ്ടി കൂടി നിൽക്കുവാൻ, അങ്ങനെയൊക്കെ ഞാൻ നിൽക്കുമ്പോൾ പിന്നെ എൻ്റെ വിഷയങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോകും. സമയമില്ല. എൻ്റെ വിഷയം ദൂതന്മാരെ അയച്ച് ദൈവം എന്തു ചെയ്യുമോ? നമ്മൾ ദൈവത്തിൻ്റെ വിഷയം ചെയ്താൽ എൻ്റെ വിഷയം ആര് ചെയ്യും? ഉറപ്പില്ല ഇല്ലേ? ഒന്ന് പറ. എൻ്റെ ജോലി വിഷയം പിന്നെ ആര് ചെയ്തോളും? ഞാൻ ഭാരപ്പെടുന്ന വിഷയം ദൈവം ചെയ്തോളും. അപ്പം രണ്ടല്ലേ ഗുണം? ദൈവത്തിൻ്റെ വിഷയം ചെയ്താൽ 100 ഇരട്ടി പ്രതിഫലവും കിട്ടും, നിത്യതയും കിട്ടും, ദൈവസന്നിധിയിൽ പൂർണ്ണ പ്രസാദവുമായി തരും. കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മളെ അടുത്ത ലെവൽ ശുശ്രൂഷയിലേക്ക്, നെക്സ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രി, ദൈവശക്തി നമ്മൾ വെളിപ്പെടും. അപ്പോഴാണ് അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കുന്നത്. മനസ്സിലായോ? സ്പീഡിൽ കൈകൊട്ടുമ്പോൾ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ്, കൂടുതൽ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ. വെറും അഭിഷേകമല്ല, കൃപാവരങ്ങൾ തരും. ഓരോ വരങ്ങൾ അതിനു വേണ്ടിയാണ് തരുന്നത്. ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദുഷ്ടശക്തിയെ പ്രൈസ് ലോർഡ് ശാസിക്കുവാനും ബന്ധിക്കുവാനും, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, വീര്യപ്രവൃത്തി ചെയ്യുവാനുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ കൂടി വെളിപ്പെടുത്തുന്നത് എപ്പോഴാണെന്നറിയാം? ഓരോ ലെവൽ ഓഫ് മിനിസ്ട്രി നമ്മൾ ശുശ്രൂഷകൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അങ്ങനെ ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തോടെ എഴുതിയിരിക്കുന്നത്? ഹീ വിൽ ബി റീപെയ്ഡ് എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവനവൻ വിതയ്ക്കുന്നത് അവനവൻ കൊയ്യും. വാട്ട് ഹി സോസ് ഹി വിൽ റീപ്പ്. നീ ദൈവത്തിനു വേണ്ടി വിത്തുകൾ വിതച്ചാൽ നീ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിൻ്റെ ദൈവത്തിൻ്റെ നീതി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും എന്നുള്ളതൊരു സത്യമാണ്. ഇത് പാസ്റ്ററുടെ മാത്രം ജോലിയല്ല. ഞാൻ ഇടയൻ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ഉണ്ടോ?
അതിൻ്റെ കണക്കാണ് ന്യായവിധിവസത്തിൽ ചോദിക്കാൻ പോകുന്നത്. എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളോടും എന്ത് ചെയ്യും? സ്തോത്രം. അവിടെ ജോലി ഫോക്കസും കുടുംബ ഫോക്കസും നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ. രണ്ടാമത്തെ വിഷയം ഞാനൊന്ന് ഓർപ്പിച്ച പോലെ ആൾക്കാരെല്ലാം വീട്ടിൻ്റെ അകത്ത് പാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് രീതിയിൽ വർഷിപ്പ് ഫ്രം ഹോം, വർക്ക് ഫ്രം ഹോം എല്ലാം ഓർഡർ ചെയ്യുക, എല്ലാം വീട്ടിൽ. അങ്ങനെയൊക്കെ ഞാനിപ്പം കുറേയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് സെപ്റ്റോയിൽ കൂടെയൊക്കെ. ചിലത് ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് കടയിലൊക്കെ പോകാൻ നമ്മൾ എന്ത് ചെയ്യും? മടിയായി പോവില്ലേ? ഒന്ന് ഇറങ്ങുന്നേ കടയിലോട്ടൊക്കെ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുക. ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. സൂപ്പർ മാർക്കറ്റിൽ വെച്ചായിരിക്കും ചിലപ്പം 1-2 പേരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തുവാ? വിത്തുകൾ പാകാൻ പറ്റും. അതിന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കും. വിത്തുകൾ പാകണേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുവിനെ പറ്റിയും എൻ്റെ ജീവിതത്തിൽ ദൈവം പിടിപ്പിച്ച് എങ്ങനെ, സൗഖ്യം തന്നെ എങ്ങനെ, അതൊക്കെ ഒന്ന് പറ. എന്നിട്ട് പറ. ഞങ്ങളുടെ കൂട്ടായ്മയിലല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ചെറിയൊരു കുടുംബമുണ്ട്, ഒന്ന് വന്ന് നോക്കാം. നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തുവാ? പലരെ ദൈവസന്നിധിയിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ചെയ്തോളും, കർത്താവ് ചെയ്തോളും. ദൈവസന്നിധിയിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ട്. നിങ്ങൾ പറയാതെ അവരെങ്ങനെ കേൾക്കും? ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും ഒക്കെ പുറമോട്ട് ആൾക്കാരെ ഇപ്പം സംസാരത്തിൽ കുറവാക്കി വെക്കുക, വീട്ടിലാക്കുക, ഒതുക്കുക, മറ്റുള്ളവരോട് ഇടപെടുവാനുള്ള ഒരു ചമ്മലുണ്ടാക്കുക. ഇതെല്ലാം ഭൂതാത്മാവാണ്. പണ്ടത്തെ കാലത്ത് ഇല്ലാഞ്ഞ ഒരു പ്രത്യേക ഭൂതാത്മാവാണ് ഈ കോവിഡിന് ശേഷം എല്ലാവരും വീട്ടിലിരുത്തി എല്ലാം അങ്ങനെ ആയിപ്പോവുക. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിപ്പോവുക. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരായി നിന്നേലേ പറ്റൂ. എങ്കിൽ മാത്രമേ വാക്കിനാലോ ക്രിയാലോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സംസാരിക്കാനുള്ള ചമ്മൽ പോകട്ടെ. ആരെങ്കിലും നമ്മുടെ കർത്താവേ ഇന്ന് ആരെങ്കിലും എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരണേ എന്നൊന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുവാൻ, എന്നെ ചില ഭവനങ്ങളിലേക്ക് എന്ത് ചെയ്യട്ടെ? അയക്കട്ടെ. മീറ്റ് പീപ്പിൾ, ഇൻവൈറ്റ് പീപ്പിൾ ടു ദ ലോർഡ്. ഹല്ലേലൂയ. ആ നല്ല വചനത്തിൻ്റെ വിത്തുകൾ എന്ത് ചെയ്യേ? നിങ്ങൾ ചെയ്യാൻ തീരുമാനം എടുത്തോ. സ്തോത്രം. ഈ ആഴ്ച ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരും. സ്തോത്രം. നിങ്ങളങ്ങനെ ചെയ്താൽ അടുത്ത ലെവൽ മിനിസ്ട്രിയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും. അതും താഴ്മയോടുകൂടി ശുശ്രൂഷയിൽ വളരുവാൻ ദൈവം സഹായിക്കട്ടെ. അഭിഷേകത്തിലും കൃപയിലും ശുശ്രൂഷയിലും വളരുവാൻ എന്ത് ചെയ്താലും ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഹൃദയംഗമായിട്ട് ചെയ്യുവാൻ, ഹൃദയം മുഴുവൻ കർത്താവിലേക്ക് ചായട്ടെ. സ്തോത്രം. വളരെ ഫോക്കസ്ഡായിട്ട് നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.